എൻ്റെ പേര് ദർശൻ കാലൂർ. ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ക്യാം പ്രോഗ്രാമിംഗ്. മലയാളത്തിലാണ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ക്യാം പ്രോഗ്രാമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിങ് പ്രോഗ്രാമിംഗ്. അതായത് നമ്മൾ CNC മിഷൻസ് ലൈക്ക് VMC മില്ലിംഗ്, വെർട്ടിക്കൽ മില്ലിംഗ് മിഷനിലേക്കുള്ള പ്രോഗ്രാമിംഗ്, ലൈക്ക് 2D പ്രോഗ്രാമിംഗ്, 3D പ്രോഗ്രാമിംഗ്, 2 axis, 3 axis ആൻഡ് ലൈക്ക് 5 axis പ്രോഗ്രാമിംഗ്, ഈവൻ 7 axis ഓൾസോ. സോ ഞാൻ വന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ആദ്യം ബേസിക് ആയ 2D പ്രോഗ്രാമിംഗിൽ നിന്ന് സെക്കൻഡ് സ്റ്റേജ് 3D പ്രോഗ്രാമിംഗ് ലൈക്ക് 3 axis പ്രോഗ്രാമിംഗ്, അതിനുശേഷം 5 axis പ്രോഗ്രാമിംഗ്. അപ്പം ഇന്ന് ഒരു ഇൻട്രൊഡക്ഷനാണ്. എനിക്കറിയാവുന്ന സോഫ്റ്റ്വെയർ ഒന്ന് മാസ്റ്റർ ക്യാം, ഒന്ന് വന്നിട്ട് ഡെൽ ക്യാം ഇപ്പോൾ ഓട്ടോഡെസ്ക് എടുത്തുകൊണ്ട് ഓട്ടോഡെസ്ക് 2019 ഓർ 2020. അപ്പം എല്ലാവർക്കും ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതിൻ്റെ എല്ലാ കാര്യവും വിവരിച്ച് തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഞാൻ എൻ്റെ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയുക നിങ്ങളുടെ സംശയങ്ങളും. ഞാൻ നിങ്ങളുടെ സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ഇത് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നത് സ്റ്റേജ് ബൈ സ്റ്റേജ്. നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുമ്പോൾ എങ്ങനെയാണോ അതിനുള്ള സ്റ്റേജ് ബൈ സ്റ്റേജ് നിങ്ങൾ എൻ്റെ വീഡിയോ ഒരു 1 by 1 എപ്പിസോഡ് അല്ലെങ്കിൽ 1 by 1 ഓരോ ക്ലാസ് കഴിയുമ്പോൾ വിത്തിൻ 2 months നിങ്ങൾക്ക് നല്ലൊരു പ്രോഗ്രാമറായിട്ട് മാറാൻ സാധിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് ഓൾറെഡി ഒരു 14 years ഓഫ് എക്സ്പീരിയൻസ് ക്യാം പ്രോഗ്രാമിംഗ് തന്നെയുണ്ട്. ഞാൻ ടൂൾ ആൻഡ് ഡൈ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്. മോൾഡ് മേക്കിങ്ങിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പ്ലസ് എയറോസ്പേസ് എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ ക്യാം പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഏത് ഫീൽഡിൽ വേണമെങ്കിലും ക്യാം പ്രോഗ്രാം ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ലെറ്റ്സ് കം, ഐ ഷോ മൈ സോഫ്റ്റ്വെയർ ആൻഡ് ഇൻട്രൊഡക്ഷൻ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ച് ഞാൻ ക്ലാസ്സുകൾ ഡെയിലി ചെയ്യുന്നതാണ്. സപ്പോർട്ടേഴ്സ് കൂടുമ്പോൾ അതിനനുസരിച്ച് ഞാൻ ഡെയിലി ക്ലാസ് ചെയ്യും. ഇപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് പറയുന്നു. നെക്സ്റ്റ് 2 daysനുള്ളിൽ ഞാൻ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. എവറി വീക്ക് ഞാൻ 3 classes ചെയ്യും. സബ്സ്ക്രൈബേഴ്സും നിങ്ങളുമാതിരി സ്റ്റുഡൻസ് ആരാണ് കൂടുതൽ വരുന്നതനുസരിച്ച് ഡെയിലി ക്ലാസ് ഹാഫ് ആൻ അവർ ഓർ 1 hour ക്ലാസ് ചെയ്യുന്നത്. നിങ്ങളുടെ സംശയങ്ങളും അതിൻ്റെ കൂടെ ക്ലിയർ ചെയ്യും. പറഞ്ഞ മാതിരി ഇതാണ് 2 സോഫ്റ്റ്വെയർസ് ഉള്ളത്. ഫസ്റ്റ് സോഫ്റ്റ്വെയർ വന്നിട്ട് ഓട്ടോഡെസ്ക് പവർ മിൽ 2019, സെക്കൻഡ് വൺ വന്നിട്ട് മാസ്റ്റർ ക്യാം 2020. ഞാനിപ്പോൾ ഇത് എൻ്റെ ലാപ്ടോപ്പിലാണ് കാണിക്കുന്നത്. നമ്മളെ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാനിതൊരു ബിഗ് സ്ക്രീനിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ഈ ഒരു ഇതിലേക്ക് കിടക്കാം. ആദ്യം ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ ചെയ്യാൻ പോകുന്നത് ഓട്ടോഡെസ്ക് പവർ മിൽ പ്രീമിയം 2019. ഇതാണ് ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. കാണിച്ചത് ഓക്കെ. അപ്പം ഇതിന് മുന്നേ ഉണ്ടായിരുന്ന വേർഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽ ക്യാമിൻ്റെ ആയിരുന്നു. അതൊരു വിൻഡോ തന്നെ ഡിഫറെൻ്റ് ആണ് അതിൻ്റെ. ഇപ്പോൾ അത് ഓട്ടോഡെസ്ക് ഏറ്റെടുത്ത് ഏകദേശം 1-2 വർഷമായി. അപ്പം ഏറ്റെടുത്തതിന് ശേഷം ഇതാണ് അതിൻ്റെ ഒരു മെയിൻ സ്ക്രീൻ. ഓട്ടോഡെസ്ക് പവർ മിൽ 2019 അല്ലെങ്കിൽ 20, 16, 17 ശേഷം എല്ലാം ഒരേ മാതിരിയാണ്. അപ്പോൾ ഇതാണ് ഈ മേലെ കാണുന്നതാണ് നമ്മളെ ടൂൾ ബാർസ്. ബ്ലോക്ക് ക്രിയേഷൻ, ടൂൾ ക്രിയേഷൻ, ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ഓഫ് ഡൂയിങ് പ്രോഗ്രാം, പിന്നെ കാൽക്കുലേറ്റർ, മെഷർമെൻറ്റ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഇതിനകത്ത്. നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ടാണ്, വളരെ സ്ലോ ആയിട്ടാണ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരിക. വളരെ ഈസി ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഇത് പറഞ്ഞു തരുന്നതാണ്. പിന്നെ നമ്മൾ വരുന്നത് ഇതാണ് ഇതിൻ്റെ മെയിൻ ടൂൾ ബാർസ്. ഇത് സൈഡിലെ ലെഫ്റ്റ് സൈഡിലായിട്ട് വരും. ആക്റ്റീവ്, NC പ്രോഗ്രാം ഔട്ട്പുട്ട്, ടൂൾ പാത്ത്, ടൂൾ ക്രിയേഷൻ, പിന്നെ വേണ്ട ബൗണ്ടറീസ്, പാറ്റേൺ, വർക്ക് പ്ലെയിൻ, പിന്നെ ലെവൽസ്, ദെൻ മോഡൽ, മാക്രോ, എക്സെട്ര. ഇതെല്ലാമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഈ സ്ക്രീനിൻ്റെ നടുവിൽ കാണുന്ന കഴ്സറിൻ്റെ അടുത്ത് കാണുന്ന ഇതാണ് നമ്മളെ വർക്ക് പ്ലെയിൻ. ഈ വർക്ക് പ്ലെയിനാണ് നമ്മൾ ജോബ് സെറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ വർക്ക് പ്ലെയിൻ എവിടെയാണോ വെക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് CNC മെഷീൻ്റെ അകത്ത് ജോബ് സെറ്റ് ചെയ്യുക. അപ്പം ഇതാണ് ഒരു ബേസിക് ഇൻട്രഡക്ഷൻ. ഞാൻ ഇത് നമ്മൾ ഒരു ബ്ലോക്ക് ക്രിയേഷൻ മെത്തേഡാണ്. നമുക്കൊരു ബ്ലോക്ക് ഉണ്ടാക്കണമെങ്കിൽ എക്സിൽ എത്ര ബ്ലോക്ക് ഉണ്ടാക്കണം, നമ്മൾ മെറ്റീരിയൽ സൈസ് Y, Z. ഇതാണ് ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് ഞാൻ പറയുന്നത്. ഇതിൻ്റെ ക്ലാസ് വളരെ ബേസിക്കായിട്ട് ഞാൻ നിങ്ങൾക്ക് വിത്തിൻ 2 daysനുള്ളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ്
നെക്സ്റ്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് മാസ്റ്റർ ക്യാം. ഓപ്പൺ ആവുന്നു. മാസ്റ്റർ ക്യാം ഡെമോ വേർഷനാണ്, പക്ഷേ ട്യൂട്ടോറിയൽ എല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. അതിനകത്ത് പവർ മില്ല് ലൈസൻസ് വേർഷനാണ്. ഇതാണ് നമ്മുടെ ലേറ്റസ്റ്റ് മാസ്റ്റർ ക്യാം. മാസ്റ്റർ ക്യാം മെയിൻലി ഫോർ 2D പ്രോഗ്രാമിംഗ് പ്ലസ് 3 ആക്സിസ് ആൻഡ് 3D പ്രോഗ്രാമിംഗ് ആൻഡ് മോഡൽ നമുക്കിതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ മാസ്റ്റർ ക്യാമിൻ്റെ അകത്ത് മേലെ കാണുന്ന ഡെൽ ക്യാം പവർ മില്ല് പോലെ തന്നെ ഇവിടെ ഉള്ളതാണ് ഇതിൻ്റെ 2D ഇത് ടൂൾ ബാർസ്. പിന്നെ നമ്മൾ വർക്ക് പ്ലെയിൻ എല്ലാം ഈ സൈഡിലാണ്. നമ്മൾ ചെയ്യുന്ന ടൂൾസും പ്രോഗ്രാംസൊക്കെ ഇവിടെയാണ് വരുന്നത്. അപ്പം ഇതിൽ ഇപ്പോൾ ജസ്റ്റ് ഫോർ ഇൻട്രഡക്ഷൻ ഞാൻ ഇപ്പോൾ ഡ്രാഫ്റ്റിങ്ങിൽ പോയി, സർഫേസ് വയർ ഫ്രെയിമിൽ പോയി റെക്റ്റാങ്കിൾ, സ്വാഭാവികമായിട്ട് റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. റെക്റ്റാങ്കിൾ വരച്ചതിന് ശേഷം ഇതിൽ നമുക്ക് ഡ്രാഫ്റ്റിംഗ് ഉണ്ട്, മോഡൽ പ്രിപ്പറേഷൻ ഉണ്ട്, സോളിഡ് നമുക്ക് ഇതിനകത്ത് വരയ്ക്കാൻ പറ്റും, സർഫേസ്, ദെൻ വയർ ഫ്രെയിം, ദെൻ ഹോമിൻ്റെ അകത്ത് എല്ലാവിധ അനലൈസ് ടൂൾസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഓക്കെ, ഇതാണ് മാസ്റ്റർ ക്യാം. നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലോ. അപ്പം അതിൽ നമ്മൾ മെഷീൻസിനകത്ത് പോയി ടൂൾ മില്ലിംഗ് ഉണ്ട്, ലേത്ത് ഉണ്ട്, വയർ കട്ട് ഉണ്ട്, എക്സെട്ര ഡിസൈൻ. അപ്പം നമ്മളിപ്പം മെയിനായിട്ട് നോക്കുന്നത് മില്ലിങ്ങിലാണ്. മില്ലിങ്ങിന് നമുക്കിപ്പോൾ ഒരു കൗണ്ടർ പ്രോഗ്രാം, ഇത് ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷനാണ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഈ ഒരു സെലക്ട് ചെയ്തു, ഈ ഒരു റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തു. പിന്നെ ടൂൾസ്, ഞാൻ നിങ്ങൾക്ക് ടൂൾസിനെ പറ്റിയിട്ടൊക്കെ വളരെ ബ്രീഫായിട്ട് ഏത് ടൂള് ഏത് ജോബിന് യൂസ് ചെയ്യണം എന്നെല്ലാം വളരെ ബ്രീഫായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പം നമ്മളൊരു മില്ലെടുത്തു, നമ്മൾ ചെയ്തു. അതിനുശേഷം നമ്മളൊരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തു. അപ്പം നിങ്ങൾക്ക് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് കാണാം, ഈ കാണുന്ന ഇതിലാണ് ടൂൾ ഇൻ ടൂൾ ഔട്ട് പിന്നെ മെറ്റീരിയൽ കട്ടിങ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതാണ് പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക്സ് ഒക്കെ, ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷനാണ്. അപ്പം നമുക്ക് വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ അടുത്ത ചാപ്റ്റർ 1 ക്യാം പ്രോഗ്രാമിംഗ് 4. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഡെൽ ക്യാം ആണ്, ഐ മീൻ പവർ മിൽ, പവർ ഷേപ്പ് ഇതാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മാസ്റ്റർ ക്യാമും ഞാൻ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതുവരെ നിങ്ങൾക്കൊരു ഇൻട്രഡക്ഷൻ തന്നു. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടതിലും ഇനി എന്നെ മുന്നോട്ടേക്ക് സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയിലും